സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ ജെറൂസലമിനെ സമീപിച്ച് ഒലിവ് മലയിലെ ബെത്ഫഗയിലെത്തിയപ്പോൾ ഈശോ 2 ശിഷ്യന്മാരെ നിയോഗിച്ചയച്ചു. അവൻ അവരോട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി ഈശോ കൽപ്പിച്ച പോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ മേലങ്കികൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. ഈശോയ്ക്ക് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനക്കൂട്ടം ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രൻ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറുസലമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞുകൊണ്ടിരുന്നു, ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ ഈശോയാണ്. ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെ എല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളും അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികൾ കണ്ടും ദാവീദിന്റെ പുത്രന് ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെ കണ്ടും പ്രധാന പുരോഹിതന്മാരും നിയമിക്കരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? ഈശോ പ്രതിപരിച്ചു, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങൾ നിന്റെ സ്തുതിക്കായി നീ സജ്ജമാക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിന് വെളിയിൽ ബെഥാനിയയിലേക്ക് പോയി അവിടെ രാത്രി ചെലവഴിച്ചു. പ്രിയപ്പെട്ടവരെ, സാൻഡ്വിച്ചിന്റെ കാര്യം പറയുന്നത് പോലെ 2 പ്രധാനപ്പെട്ട തിരുനാളുകൾക്കിടയിലാണ് പീഡാനുഭവത്തിന്റെ ശുശ്രൂഷകൾ നമ്മൾ നടത്തുക. ഇന്ന് നമ്മൾ ഓശാന തിരുനാൾ ആഘോഷിക്കുന്നു. ഈശോയുടെ മഹത്വപൂർവമായ രാജകീയമായ ജെറൂസലം ദേവാലയത്തിലേക്കുള്ള പ്രവേശനം. അടുത്ത ഞായറാഴ്ച നമ്മൾ കർത്താവിന്റെ മഹത്വപൂർവമായ ഉത്ഥാനം അനുസ്മരിക്കുന്നു. എന്നാൽ ഇവയ്ക്കിടയിലാണ് പെസഹായും ദുഃഖവെള്ളിയും ദുഃഖശനിയും ഒക്കെ കടന്നു വരിക. ഇന്നത്തെ സുവിശേഷത്തിലെ സംഭവം നടക്കുന്നത് പെസഹ ആചരിക്കുവാൻ വന്ന ജനങ്ങളോട് ചേർന്ന് ജെറൂസലേമിലാണ് കർത്താവിന്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും നടക്കുക. ബൈബിളിന്റെ ചരിത്രത്തില് ജെറൂസലേമിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. പരമ്പരാഗത വിശ്വാസം അനുസരിച്ച് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദാമിനെ മരിച്ചു കഴിഞ്ഞ് അടക്കം ചെയ്തത് ഗോൽഗോത്തായിലാണ്. അതിന്റെ മുകളിലാണ്, അല്ലെങ്കിൽ അതിനോട് ചേർന്നാണ് ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുകയും ആ തലയോട്ടികളുടെ കുന്നിലാണ് ഈശോയുടെ രക്തം വീണ് മനുഷ്യന്റെ പാപകറകൾ കഴുകിയതും. അതുപോലെ തന്നെ പൂർവ്വപിതാവായ അബ്രാഹാം തന്റെ സഹോദരപുത്രനായ ലോത്തിനെ ശത്രുകരങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ച് മടങ്ങി വരുന്ന വഴി സെലേമിന്റെ രാജാവായ മൽക്കീസദേക്കിനെ കാണുകയുണ്ടായി. അദ്ദേഹം രാജാവും പുരോഹിതനുമായിരുന്നു. അപ്പവും വീഞ്ഞും ഉപയോഗിച്ചാണ് ദൈവത്തിന് ബലിയർപ്പിച്ചത്. അതുതന്നെയാണ് പെസഹാ തിരുനാളിൽ ഈശോയും പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചത്. ഒരേ സമയത്ത് രാജാവും പുരോഹിതനുമായ മൽക്കീസദേക്കിനെ പോലെ രാജാവും പുരോഹിതനുമാണ് ഈശോ.
അതുകൊണ്ടാണ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം പുരോഹിതനായ ഈശോ എന്ന് പറയുക. അപ്പൊ ആ സലേം എന്ന് പറയുന്നതും ഈ ജെറുസലേം തന്നെയാണ്. അതുപോലെ തന്നെയാണ് പൂർവ്വപിതാവായ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ഈ കാണുന്ന സ്ഥലമെല്ലാം നിന്റെ അനന്തര ജനതകൾക്ക് നൽകപ്പെടും എന്ന് പറയുമ്പോഴും കാണിച്ചു കൊടുത്തത് ജെറുസലേമും സമീപ പ്രദേശങ്ങളുമുള്ള കാനാൻ ദേശമാണ്. അബ്രാഹത്തോട് ദൈവം തന്റെ വാഗ്ദാനങ്ങളുടെ മുഴുവനും പ്രതീക്ഷയായ ഏകമകൻ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാനായി ആവശ്യപ്പെട്ടതും മോറിയ മലയാണ്. ആ മോറിയ മല തന്നെയാണ് ജെറുസലേം. വാഗ്ദത്ത ഭൂമിയിലേക്ക് ജോഷുവയുടെ നേതൃത്വത്തില് ഇസ്രായേൽ ജനം പ്രവേശിച്ചു കഴിഞ്ഞ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ദാവീദിന്റെ നേതൃത്വത്തില് കർത്താവിന്റെ വരവിന് 1003 വർഷങ്ങൾക്ക് മുൻപ് ജെറൂസലേം ദാവീദ് കീഴടക്കുക. കാരണം അവിടെ താമസിച്ചിരുന്നത് ശക്തന്മാരായ ജബൂസൈറ്റ്സ് എന്ന് പറയുന്ന കാനാൻ വംശക്കാരായിരുന്നു. നമുക്കറിയാം, അബ്രാഹത്തിന് ശേഷം ആദാമിന് ശേഷം ലോകജനതയിൽ നോഹയും അദ്ദേഹത്തിന്റെ 3 മക്കളും അവരുടെ ഭാര്യമാരും അടങ്ങുന്ന 8 പേരൊഴികെ ബാക്കി എല്ലാവരും നശിപ്പിക്കപ്പെട്ടു. നോഹയുടെ 3 മക്കളിലെ ഒരുവൻ ഗുരുത്തം കെട്ടവനായിരുന്നു ഹാം. അവനാണ് അപ്പന്റെ നഗ്നതയെ അപമാനിച്ചത് എന്ന് പറഞ്ഞാൽ അപ്പന്റെ ഭാര്യയുമായി അല്ലെങ്കിൽ സ്വന്തം അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്റെ കുടുംബത്തിലെ ജ്യേഷ്ഠ സഹോദരന്റെ അവകാശം നേടിയെടുക്കുവാനായിട്ട് ശ്രമിച്ചു. ആ പാപത്തിലൂടെ ഉണ്ടായ മകന്റെ പേരാണ് കാനാൻ. ആ കാനാനെ നോഹ ശപിക്കുകയുണ്ടായി. ആ കാനാൻ കൈവശമാക്കിയതാണ് ഇസ്രായേലിന് പിന്നീട് വാഗ്ദാനം ചെയ്യപ്പെട്ട വാഗ്ദത്ത ഭൂമി. അവരവിടെ കൃഷി ചെയ്ത് ഫലഭൂയിഷ്ടമാക്കി കഴിഞ്ഞ് അവിടെയാണ് യേബൂസ് എന്ന് പറയുന്ന കാനാൻ വംശത്തിൽ താമസിക്കുന്നത്. ആ യേബൂസിന്റെ പരമ്പരകളിൽപ്പെട്ടവരാണ് ഈ കാനാന്യര്. അവിടെയാണ് ദാവീദ് അവരെ കീഴടക്കിക്കൊണ്ട് തന്റെ നോർത്തിലും സൗത്തിലുമുള്ള 12 ഗോത്രങ്ങളെയും ഏകോപിപ്പിക്കുന്നതിനുള്ള തലസ്ഥാനമാക്കി അവിടെ അദ്ദേഹം മാറ്റുകയുണ്ടായത്. എന്നാൽ പിന്നീട് ഇസ്രായേൽ ജനം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ജെറമ്യാ പ്രവാചകൻ പറഞ്ഞു, ഇത് നശിപ്പിക്കപ്പെടും, ജെറൂസലേം നശിപ്പിക്കപ്പെടും, ഇന്ന് കാണുന്ന ഈ ദേവാലയം ഇല്ലാതായി തീരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബാബിലോണിയക്കാർ വന്ന് ആക്രമിക്കുന്നതിന് മുൻപായിട്ട് വാഗ്ദാന പടകം എടുത്തുകൊണ്ടുപോയി മലയ്ക്കിലെ ഗുഹയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. അതോടുകൂടി യെരൂശലേം ദേവാലയത്തിന്റെ ഗ്ലോറി ക്ലൗഡ് അല്ലെങ്കിൽ ഷക്കീന ക്ലൗഡ് കർത്താവിന്റെ മഹത്വം നഷ്ടപ്പെടുകയുണ്ടായി. ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം 70 വർഷങ്ങൾക്ക് ശേഷം പേർഷ്യൻ രാജാവായിരുന്ന സൈറസിന്റെ കൽപ്പന പ്രകാരം താല്പര്യമുള്ള യഹൂദന്മാർക്ക് തിരിച്ച് യെരൂശലേമിൽ പോയി ദേവാലയം പണിയാമെന്ന് പറഞ്ഞു. അവർ പോയി ദേവാലയം പണിതെങ്കിലും കർത്താവിന്റെ മഹത്വം അവിടേക്ക് പ്രവേശിച്ചില്ല. കർത്താവിന്റെ മഹത്വം കിഴക്കേട്ടാണ് പോയത്. അതുകൊണ്ട് കിഴക്ക് നിന്ന് കർത്താവിന്റെ മഹത്വം വരുമെന്നുള്ള വിശ്വാസവും പ്രവാചക പ്രബോധനങ്ങളും ഉണ്ടായിരുന്നു. കർത്താവിന്റെ കാലത്ത് ഹെറോദസ് രാജാവ് പുതുക്കി പണിത അതിമനോഹരമായ സൊളമൻ രാജാവ് പണിതതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വലിയ ദേവാലയത്തിലേക്കാണ് കർത്താവ് കടന്നു വരിക. അപ്പോൾ യെരൂശലേം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ സ്ഥിരാകേന്ദ്രമാണ്, ഏക ആരാധനാ സ്ഥലമാണ്. അതിനുള്ള മറ്റൊരു പ്രത്യേകതയാണ്, ലോകത്തിൽ എവിടെ സിനഗോഗ് പണിതാലും അവര് തിരികെ ആ ദേവാലയത്തെ അല്ലെങ്കിൽ സിനഗോഗിനെ അഭിമുഖീകരിക്കുന്നത് ജെറൂസലേമിലേക്കാണ്. മോസ്കുകൾ പണിയുന്നതും ആദ്യകാലങ്ങളിൽ ജെറൂസലേമിനെ കേന്ദ്രീകരിച്ചായിരുന്നു. പിന്നീടാണ് മക്കയിലേക്ക് തിരിഞ്ഞ് മോസ്കുകൾ പണിയുന്ന പാരമ്പര്യമുണ്ടായത്. ഇനി ഭാഷകളുടെ പ്രത്യേകത എടുത്തു നോക്കിയാലും ജെറൂസലേമിന് കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളിലെ ഭാഷകൾ എബ്രായ ഭാഷയാണെങ്കിലും ഈ അരമായ ഭാഷയാണെങ്കിലും സുറിയാനി, അറബി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇടത്തു നിന്ന് വലത്തേക്കാണ് എഴുതുക എന്ന് പറഞ്ഞാൽ ജെറൂസലേമിനെ കേന്ദ്രീകരിച്ചാണ്. എന്നാൽ ജെറൂസലേമിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗ്രീക്ക്, ലാറ്റിൻ, ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഷകളും ഇടത്തു നിന്ന് വലത്തേക്കാണ് എഴുതുക. അതായത് ഭാഷകളെല്ലാം കേന്ദ്രീകരിക്കുന്നതും ജെറൂസലേമിലേക്കാണ്. ജെറൂസലേമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അബ്രാഹത്തിന്റെ സന്താന പരമ്പരകളെല്ലാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ യഹൂദരുമെല്ലാം ജെറൂസലേമിനെ കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രാർത്ഥനകൾ നയിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് മുസ്ലിങ്ങൾ മക്കയിലേക്ക് തിരിഞ്ഞു, ക്രിസ്ത്യാനികൾ കിഴക്കോട്ട് തിരിഞ്ഞ്, കാരണം കിഴക്ക് നിന്ന് കർത്താവ് വരും, അതിന് സൂര്യൻ അഭിമുഖമായിട്ട് ദേവാലയങ്ങൾ പണിയുന്ന പാരമ്പര്യമുണ്ടായത്. അതുകൊണ്ട് ജെറൂസലേം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് വളരെയേറെ പ്രാധാന്യമുള്ളതും ദൈവത്തിന്റെ ജനതയെ, പ്രത്യേക ജനതയെ പാർപ്പിക്കുന്നതും കർത്താവിന്റെ പ്രത്യേക ജനതയെ രക്ഷയുടെ പ്രത്യേകമായ അടയാളമായിട്ടാണ്
കാണുക. ഇനി ബെത്ഫഗെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അതായത് ഒലിവുമല ഇരിക്കുന്നതും ഹോളിലാൻഡിൽ പോയിട്ടുള്ളവർക്കറിയാം, യെരൂശലേമിന്റെ കിഴക്ക് ഭാഗത്താണ്. ആ ഒലിവുമലയിലെ ബെത്ഫഗയിൽ നിന്ന് കർത്താവ് മഹത്വപൂർണ്ണമായിട്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ യെരമ്യാ പ്രവാചകന്റെ കാലത്ത് നഷ്ടപ്പെട്ടതായ ആ ഷക്കീന ക്ലൗഡിന് പകരം ഇന്ന് വചനമാംസമായ ക്രിസ്തുനാഥൻ മഹത്വപൂർണ്ണമായി കിഴക്ക് നിന്ന് വീണ്ടും യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത കാണുക, ഈശോ വരുന്നത് കഴുതയുടെ പുറത്താണ്. ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വരികയും അന്നത്തെ ആളുകൾക്ക് മനസ്സിലാകുന്ന ചില പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു പ്രവാചകന്മാരെ പോലെ തന്നെ പ്രതീകാത്മകമായ സന്ദേശമാണ് ഈശോയോട് നൽകുക. ഈശോ അതിന് മുൻപ് ഒരിക്കലും ഒരു മൃഗത്തിന്റെ പോലും മുകളിലെ കുതിരയുടെയോ കഴുതയുടെയോ മറ്റേതെങ്കിലും മൃഗത്തിന്റെയോ പുറത്ത് യാത്ര ചെയ്തതായി പറയുന്നില്ല. എന്നാൽ ഇവിടെ ഈശോ ആ ഒരു കഴുതയുടെ പുറത്താണ് കടന്നു വരിക. പ്രവാചകന്മാര് ഇങ്ങനെ ചില പ്രതീകങ്ങൾ ഉപയോഗിച്ചതായി ബൈബിളിൽ കാണുവാൻ പറ്റും. ഉദാഹരണമായിട്ട് അഹീജ എന്ന് പറയുന്ന പ്രവാചകൻ, അദ്ദേഹം ഒരു മേലങ്കി ധരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പുതിയ ആ വസ്ത്രവുമായിട്ട് അദ്ദേഹം ജെറോബാമിനെ പോയി കണ്ടു. അതായത് സോളമന്റെ മകനായ റഹോബാം. ആ റഹോബാം അദ്ദേഹത്തിന്റെ അടുക്കൽ ജെറോബാമിന്റെ നേതൃത്വത്തിൽ നോർത്തിലുള്ള ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ വന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, പിതാവ് യെരൂശലേം ദേവാലയം പണിയുവാനും അതിമനോഹരമായ രാജകൊട്ടാരം പണിയുവാനും ഞങ്ങളോട് അമിതമായി നികുതി പിരിച്ചു, അതിലൊന്ന് ഇളവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന് റഹോബാം തയ്യാറായില്ല. അതുകൊണ്ട് ഈ പ്രവാചകൻ ജെറോബാമിന്റെ അടുത്ത് ചെന്ന് 10 ഗോത്രങ്ങളുടെ തലവനായ ജെറോബാമിന്റെ അടുക്കൽ വന്നിട്ട് തന്റെ മേലങ്കി അടിച്ചിട്ട് അതിനെ 12 കഷണങ്ങളായി മുറിച്ചു. അതിലെ 10 കഷണങ്ങൾ അദ്ദേഹം ജെറോബാമിന് കൊടുത്തിട്ട് പറഞ്ഞു, ദൈവം നിനക്ക് 10 ഗോത്രങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ 2 ഗോത്രങ്ങൾ അദ്ദേഹം തന്നെ കൂടെ പിടിച്ചു, അത് റഹോബാമിനുള്ളതാണ്. അപ്പൊ അതൊരു പ്രതീകാത്മകമായ ഒരു അടയാളമായിരുന്നു. അതുപോലെ തന്നെ യെരമ്യാ പ്രവാചകൻ 19-ാം അധ്യായം 10-ാം വാക്യത്തില് ദൈവം യെരമ്യാ പ്രവാചകനോട് പറഞ്ഞു, നീ ഒരു മൺപാത്രം എടുത്തുകൊണ്ട് പുരോഹിതന്മാരുടെ അടുക്കൽ ചെല്ലണം. യെരൂശലേം ദേവാലയം നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തില് ബാബിലോണിയക്കാരെ നശിപ്പിക്കുന്നതിന് മുൻപുള്ള തൊട്ടുമുമ്പുള്ള സംഭവമാണിത്. ഒരു മൺകുടത്തില് നീ മൺകുടവുമായിട്ട് പുരോഹിതന്മാരുടെ അടുക്കൽ ചെല്ലണം. അതിനുശേഷം ആ മൺകുടം ഉടച്ച് പൊട്ടിക്കണം. അപ്പോൾ അത് പല കഷണങ്ങളായി മാറുന്നു. എന്നിട്ട് പുരോഹിതന്മാരോട് പറയണം, ജെറൂസലം ഇതുപോലെ നശിപ്പിക്കപ്പെടുവാൻ പോകുന്നു. കാരണം നിങ്ങൾ ദൈവകൽപ്പനകൾ ലംഘിച്ച് വിഗ്രഹങ്ങളെയും അല്ലെങ്കിൽ ധാർമ്മികതയ്ക്കെതിരായിട്ടും ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് ഏകസത്യ ദൈവത്തിന്റെ മറന്നുകൊണ്ട് നിങ്ങൾ ആരാധന നടത്തുന്നു. അതുകൊണ്ട് ജെറൂസലം നശിപ്പിക്കപ്പെടും. ഇനി മറ്റൊരു സംഭവം പറയുന്നുണ്ട്. ഈ യെരമ്യാ പ്രവാചകൻ തന്നെ അദ്ദേഹത്തിന്റെ 27-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തില് അദ്ദേഹം ഒരു മൃഗങ്ങൾക്ക് വലിക്കുന്ന പോലെ തന്നെ ഒരു മുഖം വെച്ച് കയറോട് കെട്ടി ജനങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ ബാബിലോണിയക്കാരുടെ അടിമകളായിട്ട് പോകും പശ്ചാത്തലപിക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ പശ്ചാത്തലപിക്കാത്തത് കൊണ്ട് ഇതുപോലെ എല്ലാം തന്നെ സംഭവിക്കുകയുണ്ടായി. അതുപോലെയാണ് മിശിഹാ ഇവിടെ പ്രതീകാത്മകമായി ഒന്ന് കാണിക്കുകയാണ്. സക്കറിയായുടെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇന്ന് നമ്മൾ 2ാമത്തെ വായനയിൽ കേട്ടതുപോലെ, ഇതാ നിന്റെ രാജാവ് ബെന്യാമീനായി ഒരു കഴുതപ്പുറത്ത് കയറി വരും. ആ പ്രവചനം പൂർത്തിയാകുവാൻ വേണ്ടിയാണ്, ഞാനാണ് ആ പ്രവചനത്തിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട മിശിഹാ എന്ന് ലോകജനതയെ കാണിക്കുവാൻ വേണ്ടിയാണ് ഈശോ കടന്നു വരിക. അതുകൊണ്ട് ഈശോ പ്രത്യേകിച്ചൊന്നും പറയേണ്ട, ദൈവവചനം അറിയാവുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണിത്. വർഷങ്ങൾക്ക് മുൻപ് ഈ ഒലിവുമലയിലേക്ക് ജെറൂസലത്തിൽ നിന്ന് വളരെ അപമാനിതനായി ദാവീദ് രാജാവ് അദ്ദേഹത്തിന്റെ മകൻ തോൽപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നും ഒരു കഴുതപ്പുറത്താണ് ഒലിവുമലയിലേക്ക് വിലാപത്തോടുകൂടി യാത്ര ചെയ്തു പോയത്. എന്നാൽ ഇവിടെ അതിന് പകരം കഴുതപ്പുറത്ത് തന്നെ വളരെ പ്രതാപശാലിയായി ഓശാനവിളികളുടെ മധ്യേ ഈശോ തിരിച്ച് ജെറൂസലമിലേക്ക് പ്രവേശിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ മിശിഹാ. അങ്ങനെ ഈശോ കഴുതപ്പുറത്താണ് ഇവിടെ വരുന്നത് എന്ന് വരികിൽ അത് സമാധാനത്തിന്റെയും അതുപോലെ തന്നെ വിജയത്തിന്റെയും പ്രതീകമാണ്. എന്നാൽ രാജാക്കന്മാർ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ കുതിരപ്പുറത്താണ് പോവുക. കുതിരപ്പുറത്ത് പോകുന്നത് യുദ്ധം ചെയ്യുവാനും തിരിച്ച് വിജയശ്രീലാളിതരായി വരുമ്പോൾ കഴുതപ്പുറത്തുമാണ് വരിക. അപ്പോൾ ഈശോ എന്തെങ്കിലും കുതിരപ്പുറത്ത് വരുമോ? വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പ്രകാരം ഈശോ തന്റെ 2ാമത്തെ ആഗമനത്തില് ലോകത്തെ വിധിക്കുവാനായി മഹത്വപൂർണ്ണനായി വാനമേഘങ്ങളിൽ ആഗതനാകുന്നത് കുതിരപ്പുറത്താണെന്നാണ് വെളിപാട് പുസ്തകത്തില് പ്രതീകാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ജനങ്ങള് വസ്ത്രങ്ങള് നിലത്ത്
അതിലൂടെയാണ് ഈ കഴുത ഇല്ലെങ്കിൽ ഈശോ കടന്നു വരിക. അത് ജഹു എന്ന് പറയുന്ന രാജാവ് വിജയിച്ചു വന്നത് അദ്ദേഹത്തെ രാജാവായി പ്രഖ്യാപിച്ചപ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിച്ചത് അവരുടെ മേലങ്കികൾ നിലത്തിട്ട് അതിലൂടെയാണ് രാജാവിനെ സ്വീകരിച്ചത്. അതായത് ഈശോ രാജാവായിട്ട് കടന്നു വരികയാണ്. അവരുടെ മേലങ്കികൾ നിലത്തിടുമ്പോൾ അതിന് മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഇത് അങ്ങേക്ക് വിധേയനാകുന്നു എന്ന് അവര് പ്രഖ്യാപിക്കുകയാണ്. ഒടുവിൽ ശാഖകൾ വെട്ടി അവർ വീശുന്നതിനും ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. അന്ത്യോക്കസ് എപ്പിഫാനസ് 4-ാമൻ രാജാവ് സെലൂസിലെ രാജാവായിരുന്നു, വിജാതീയനായ രാജാവ്. അദ്ദേഹത്തിന് ഗ്രീക്ക് സംസ്കാരം യഹൂദന്മാരുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അവിടെ ആടിനെ ബലിയർപ്പിക്കുന്നതിന് പകരം യഹൂദന്മാർക്ക് മ്ലേച്ഛകരമായിട്ടുള്ള പന്നിയെ ബലിയർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ യഹോവയായ ദൈവത്തിന് പകരമായിട്ട് വിജാതീയ വിഗ്രഹം സ്ഥാപിക്കുകയാണ്. അങ്ങനെ ജെറുസലേം ദേവാലയത്തെ അപമാനിതമാക്കി കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയ അവസരത്തില് ധാർമ്മികത കൊണ്ട് കോപാകുലനായി തീർന്ന മക്കബായക്കാര് മക്കബേസിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെ യുദ്ധം ചെയ്യുകയും അവരെ കീഴ്പ്പെടുത്തുകയും വിജയശ്രേഷ്ഠനായ അദ്ദേഹം വിജയിക്കുകയും ചെയ്തപ്പോൾ യൂദാസ് മക്കേബൂസിനെ യഹൂദ ജനത സ്വീകരിച്ചത് ഒലിവിൻ ശാഖകൾ വീശിക്കൊണ്ടാണ്. അപ്പൊ ഇവിടെ ദേവാലയം വിശുദ്ധീകരിക്കുന്ന അടുത്ത യേശുവാകുന്ന രക്ഷകൻ വരുമ്പോൾ, രാജാവ് വരുമ്പോൾ അതേപോലെ തന്നെ ഒലിവിൻ ശാഖകൾ വീശിക്കൊണ്ട് അവർ പറയുന്നു, ഹോശാന, ദാവീദിന്റെ പുത്രന് ഹോശാന. ദാവീദിന്റെ പുത്രനാണ് മിശിഹ. അതുകൊണ്ട് മിശിഹായെ ദാവീദിന്റെ പുത്രനായിട്ട് അവർ അംഗീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹോസാന എന്ന വാക്കിന്റെ എബ്രായ ഭാഷയിലുള്ള അർത്ഥം, അത് ഗ്രീക്ക് ആണെങ്കിലും അതിന്റെ എബ്രായ ഭാഷയിലുള്ളതായ അർത്ഥം ഞങ്ങളെ രക്ഷിക്കുക എന്നാണ്. ദേവാലയത്തിൽ വന്നു കഴിയുമ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഞങ്ങളെ രക്ഷിക്കുക, അതാണ് ഹോസാനയുടെ അർത്ഥം. രാജാവിന്റെ അടുക്കൽ വന്ന് ഹോസാന എന്ന് പറഞ്ഞാൽ, രാജാവേ ഞങ്ങൾ മർദ്ദിതരാണ്, ഞങ്ങൾ ദുഃഖിതരാണ്, ഞങ്ങൾ പീഡിതരാണ്, അങ്ങ് നേതൃത്വം കൊടുത്ത് ഞങ്ങളെ ഈ ശത്രുക്കളിൽ നിന്നും ഈ ദയനീയ അവസ്ഥയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. അതിന് പിന്നീട് ജൈവിളികളുടേതായ ഒരു ധ്വനി ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ, ഞങ്ങളെ രക്ഷിക്കുവാൻ വന്ന പിശാചിന്റെ, മരണത്തിന്റെ, രോഗത്തിന്റെ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ അർത്ഥം. ഇന്നത്തെ സുവിശേഷങ്ങളുടെ 2-ാം ഭാഗമുണ്ട്. ഈശോ ഒരു ശുദ്ധീകരണം നടത്തുകയാണ്. അവിടെ എസേക്കിയ, ജോസിയ രാജാക്കന്മാർ ചെയ്തതുപോലെ ജെറുസലേം ദേവാലയത്തിന് അശുദ്ധമായതിനെ വിശുദ്ധീകരിക്കുവാൻ തിന്മയ്ക്കെതിരെ അദ്ദേഹം ചാട്ടവാർ എടുക്കുകയാണ്. സെഖറിയായുടെ പുസ്തകം 14-ാം അധ്യായം 21-ൽ പറയുന്നുണ്ട്, ഈ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെ ഓടിച്ചു മാറ്റിക്കളയും. കാരണം പഴയ കാലഘട്ടത്തില്, അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ജെറുസലേം ദേവാലയത്തിൽ ആരാധനയ്ക്കായി വരുന്ന ആളുകൾ അവരുടെ ആവശ്യത്തിനുള്ള പ്രാവുകളെയും ആടുകളെയും മാടുകളെയും ഒക്കെ ബലിയർപ്പിക്കുവാനായി വാങ്ങിച്ചിരുന്നത് ഒലിവുമലയിൽ നിന്നാണ്. അവിടെ നിന്ന് അവയെ ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകള് വിദേശ രാജാക്കന്മാരുടെയോ ദേവീദേവന്മാരുടെയോ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത നാണയങ്ങൾ ജെറുസലേം ദേവാലയത്തിൽ ദൈവത്തിന് കാഴ്ചയർപ്പിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നാണയങ്ങൾ മാറ്റി ടെമ്പിൾ കോയിൻസ് വാങ്ങിക്കണം. അതിനുവേണ്ടിയാണ് നാണയമാറ്റക്കാര്. പക്ഷെ അവരും താമസിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ കച്ചവടം നടത്തിയിരുന്നത് ഒലിവുമലയിലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒലിവുമലയിൽ വന്ന് നാണയം മാറ്റി അവിടെ നിന്ന് മൃഗങ്ങളെ വാങ്ങിച്ച് ആ മൃഗങ്ങളുമായി ദേവാലയത്തിൽ വന്ന് പുരോഹിതന്മാരുടെ അടുക്കൽ കാഴ്ച അർപ്പിക്കുകയായിരുന്നു എന്ന് വരിക. പിന്നീട് പുരോഹിതന്മാര് കച്ചവടക്കാരുമായി സന്ധി ഉണ്ടാക്കുകയും അവർക്ക് കമ്മീഷൻ കൊടുത്തുകൊണ്ട് ആ കച്ചവടമെല്ലാം വിജാതീയരായ ആളുകൾ ആരാധിക്കുവാനായിട്ട് അസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ പള്ളിയുടെ മോഡലം പോലെയുള്ള സ്ഥലത്ത് അവരെ കച്ചവടക്കാരെ പാർപ്പിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഈശോ രോഷാകുലനായ വിജാതീയരായ ആളുകൾക്ക് ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലോ അവിടെ ഈ കച്ചവടക്കാരുടെ കോലാഹലം മൂലം ദൈവത്തിന്റെ കാമം, ദൈവത്തിന്റെ ഗാനങ്ങളല്ല, കീർത്തനങ്ങളല്ല നടക്കുക, അതിനേക്കാൾ ഒരു കച്ചവടക്കാരുടെ ആരവമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു അവിടെ നിന്ന് അവരെ അടിച്ച് ഇറക്കുക. അതോടൊപ്പം തന്നെ പുതിയകാത്മകമായ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ക്രിസ്തുവർഷം ക്രിസ്തുവിന് മുൻപ് 586 ജെറുസലേം ദേവാലയം നെബൂഖദ്നേസർ ബാബിലോണിയൻ രാജാവ് നശിപ്പിച്ചെങ്കിൽ പിന്നീട് കർത്താവിന്റെ പ്രവചനം പോലെ 40 വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തുവർഷം 70-ാം ആണ്ടില് ഈ ദേവാലയം നശിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കള്ളന്മാരുടെ ഗുഹയാണ് എന്ന്
പറയുമ്പോൾ ഒരു ആരാധന സ്ഥലത്തേക്കാൾ ഉപരിയായി അവിടെ കച്ചവടത്തിന്റെയും സ്വാർത്ഥതയുടെയും ചൂഷണത്തിന്റേതുമായ സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് യേശു ബലിയാനുതനായി വരുമ്പോൾ ഒരു വശത്ത് ജനങ്ങൾ ഈശോയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, രാജാവായി അംഗീകരിക്കുന്നു, എളിമയോടുകൂടി അവർ കർത്താവിന് കീഴ്വഴങ്ങുന്നു. മറുവശത്ത് പുരോഹിതന്മാര്, മറ്റ് പ്രമുഖന്മാര് ഈശോയെ എങ്ങനെ നശിപ്പിക്കാമെന്ന് നോക്കുന്നു. കാരണം ഈശോ രാജാവായി വന്നാൽ, ഈശോ രാജാവാണെന്ന് പ്രഖ്യാപിച്ചാൽ അവരുടെ രാജാവായ സീസർ അവർക്കെതിരെ പടപൊരുത്തുകയും യഹൂദന്മാരെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് അവർ ഭയപ്പെട്ടു. കാരണം ഈശോയുടെ രാജ്യത്വത്തെ അവർ തെറ്റിദ്ധരിച്ചു. മറ്റൊന്ന്, നോർത്തിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു രാജാവ് ഒരിക്കലും വരാൻ പാടില്ല. ഇവിടെ യൂദയ രാജ്യം എന്ന് പറയുന്നത് സൗത്തിലുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് യൂദയയുടെ രാജാവാണ് ഞങ്ങളെ ഭരിക്കേണ്ടത്. മാത്രമല്ല തങ്ങളുടെ സ്വാധീനം നശിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് ഏതർത്ഥത്തിലും ഈശോയെ ജനങ്ങൾ രാജാവായി അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് കണ്ടതുകൊണ്ട് ഈശോയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ലാറ്റിൻ റീത്തിലാണെങ്കിലും സിറോർവാർ റീത്തിലാണെങ്കിലും ഏത് റീത്തിലാണെങ്കിലും വിശുദ്ധ കുർബാനയുടെ അപ്പവും പിഴിഞ്ഞ് കർത്താവിന്റെ വിശുദ്ധങ്ങളാക്കി മാറ്റുന്ന കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് മുൻപ് നമ്മൾ ഓശാന ഗീതങ്ങൾ ആലപിക്കാറുണ്ട്. അതായത് ഓരോ കുർബാനയിലും നമ്മൾ ഈ ഓശാന അനുസ്മരിക്കുകയാണ്. കാരണം ഈശോയുടെ മുമ്പിൽ നമ്മൾ വിനയാന്വിതരായി നമ്മളുടെ ഈശോയുടെ രാജ്യത്വത്തെ ഏറ്റുപറയുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ വിശുദ്ധീകരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ആ ഒരു ചൈതന്യത്തോടുകൂടി ഇന്നത്തെ ഓശാനയിൽ നമുക്ക് പങ്കുചേരാം. കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമാണ്, ക്രിസ്തുവാണ് നമ്മുടെ രാജാവ്. ക്രിസ്തുവിലൂടെയാണ് നമുക്ക് പിതാവായ ദൈവത്തിലേക്ക് പോകേണ്ടത്. ക്രിസ്തുവിലൂടെയാണ് നമ്മുടെ പാപങ്ങളുടെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുക എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ എളിമയോടുകൂടി നമുക്ക് വർദ്ധിക്കുവാനും ദൈവത്തിന്റെ വിധേയനായിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.